അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അങ്ങ് ഷാമിൽ നിന്ന് തിരിച്ചു വരികയാണ്. ആ മഹാന ഗവർണറായി നിയമിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹുദൈഫ തങ്ങൾ വരുമ്പോ വർഷങ്ങൾ കഴിഞ്ഞ് വരികയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു 5-6 വർഷം കഴിഞ്ഞ് ദൗത്യം നിർവഹണം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറായിട്ട് മദീനയിലേക്ക് തിരിച്ചു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പണി ചെയ്തെന്നറിയോ? ഹുദൈഫ തങ്ങൾ വരുന്ന മദീനയുടെ കവാടത്തിന്റെ പരിസരത്തൊരു പാറന്റെ പിന്നിൽ പോയിട്ട് മറഞ്ഞിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളെ എങ്ങനെയാ വരുന്നത് എന്നറിയാൻ താൻ പറഞ്ഞയച്ചത് ദീനിന്റെ ദൗത്യ നിർവഹണത്തിനാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോ ഒരുപാട് സമ്പാദ്യങ്ങളുമായിട്ടാണോ വരുന്നത്, അതല്ല ഞാൻ പറഞ്ഞയച്ച പോലെയാണോ ഹുദൈഫ തങ്ങൾ വരുന്നത് എന്നറിയാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മറ പിടിച്ചു ഒളിച്ചിരുന്നു. ഹുദൈഫ തങ്ങൾ ഇങ്ങനെ വരാൻ, ഉമർ തങ്ങൾ ഇങ്ങനെ വരാനായോ എന്നൊക്കെ നോക്കി ഇങ്ങനെ കാത്തിരിക്കാൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു വരുമ്പോ ഒരു ചാവാറായ ഒരു കഴുതപ്പുറത്ത്, ആ കഴുതപ്പുറത്താണ് ഹുദൈഫ തങ്ങൾ ഇറാഖിലേക്ക് പോയത്, ഷാമിന്റെ ഭാഗങ്ങളിലേക്ക് പോയത്. 6 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഹുദൈഫ തങ്ങളുടെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രം അന്നുണ്ടായിരുന്ന വസ്ത്രം തന്നെ. കുറെ ആളും പരിവാരങ്ങളും ലോഡ് സാധനങ്ങളും ഒന്നും പിന്നിൽ വരാനില്ല. ആ പോയ പോലെ തന്നെയാണ് ഹുദൈഫ തങ്ങൾ. അങ്ങനെയാണോ വരുന്നത് എന്ന് കാണാൻ ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രത്യേകത. രാജ്യങ്ങൾ ഭരിച്ച ഖലീഫയാണ്, പക്ഷെ ഓരോ ഗവർണറെയും കണിശമായി ചോദ്യം ചെയ്യും. ഉമർ തങ്ങൾ ഇങ്ങനെ ഒളിച്ചിരുന്നു. ഹുദൈഫ തങ്ങളുടെ വരവ് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി. ഇത് ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചാടിപ്പുറത്തേക്ക് വന്നിട്ട് യാ ഹുദൈഫ അൻത അഖീ വ അന അഖൂക്, ഹുദൈഫ നിങ്ങൾ എൻ്റെ സഹോദരനാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു അസ്സലാത ജാമിഅ, സ്വഹാബികൾ എല്ലാവരും പള്ളിയിലേക്ക് വരണം. മദീനയിൽ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഓടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ സ്റ്റെപ്പിൽ കയറിയിരുന്നു. വെള്ളിയാഴ്ചയൊന്നുമല്ലാതെ പക്ഷെ കാര്യമായൊരു വിഷയം അറിയിക്കാനുണ്ടാകുമ്പോൾ മിമ്പറിൽ കയറിയാണ് അത് അറിയിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഹുദൈഫ റളിയല്ലാഹു അൻഹു വർഷങ്ങൾ കഴിഞ്ഞ് സേവന അവസാനം തിരിച്ചു വന്നിരിക്കുകയാണ്. മദീനയിൽ പോയ പോലെ തിരിച്ചു വന്നിരിക്കുകയാണ്. ആ സന്തോഷം ഉമർ തങ്ങൾക്ക് അടക്കാനായില്ല. ഉമർ തങ്ങൾ ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ചോദ്യ ചോദിച്ചത്. എന്ത് രസകരമായ ചോദ്യം! വല്ലാത്ത ചിന്തകനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വളരെ വളരെ സ്റ്റിമുലേറ്റിംഗ്, വളരെ ആത്മീയമായ പ്രചോദനം നൽകുന്ന ചോദ്യങ്ങൾ. ഉമർ തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ഓഡിയൻസിനോട്, ജനങ്ങളോട്. ജനങ്ങളെ, തമന്നൗ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്നോട് പറയുന്നു. നിങ്ങൾ തമന്നൗ, നിങ്ങളൊക്കൊന്ന് കൊതിക്കുന്നു. വളരെ ചെറിയൊരു ഖുതുബയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവിടെ ചോദ്യോത്തരമുണ്ട്. ഉമർ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളൊന്ന് ആഗ്രഹിക്കുക, നിങ്ങൾക്ക് എന്താ ഈ ലോകത്ത് വേണ്ടത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചിലര് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഒരു വീട് നിറയെ സ്വർണം, ആ സ്വർണ്ണ നാണയങ്ങൾ അല്ലാഹുവിന് വേണ്ടി സ്വതക്ക ചെയ്ത് ദാനം ചെയ്ത് തീർക്കാൻ ആഗ്രഹമുണ്ട്. വേറെ ചിലർ പറഞ്ഞു, ഒരുപാട് അടിമകൾ, അവരെയൊക്കെ മോചനം ചെയ്ത് സ്വതന്ത്രരാക്കി വെറുതെ വിടാൻ ആഗ്രഹമുണ്ട്. വേറെ ചിലര് ആരോഗ്യം വേണം, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ. വേറെ ചിലര് ഈ തപ്പന തോട്ടങ്ങൾ വേണം, അള്ളാഹ്ക്ക് വേണ്ടി ദാനം ചെയ്യാൻ ഒക്കെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് വേണ്ടത് ലാകിന്നനി അതമന്നാ റിജാലൻ കഹുദൈഫത ബിനുൽ യമാൻ വഅബി ഉബൈദത ബിനുൽ ജറാഹ് അസ്തഅമിൽഹും ഫീ തഅത്തില്ലാഹ്. ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ സ്വർണവും വെള്ളിയും പൈസയുമല്ല ദീനിന് വേണ്ടത്. ദീനിന് വേണ്ടത് ഹുദൈഫത്ത് ഇബ്നുൽ യമാനിയെ പോലെ, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹിനെ പോലെ നല്ല ഒന്നാം തരം വോളണ്ടിയർമാർ, നല്ല പ്രവർത്തകന്മാർ, ഊർജ്ജസ്വലരായ കർമ്മഭൂമിയിൽ ഇറങ്ങാൻ കഴിയുന്ന ഊർജ്ജസ്വലരായ ആളുകൾ. അതുപോലെയുള്ള ഒന്നാം നമ്പർ ചെറുപ്പക്കാരെ കിട്ടിയിരുന്നെങ്കിൽ അവരെ ഉപയോഗിച്ച് ദീനിന് ഞാൻ ഖിദ്മത്ത് ചെയ്യുമായിരുന്നു. അതാണ് ഞാൻ കൊതിച്ചു പോകുന്നത്. എനിക്ക് വേണ്ടത് ഹുദൈഫത്ത് ഇബ്നുൽ യമാനിയെ പോലെയുള്ള ആളുകളെയാണ്, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹിനെ പോലെയുള്ള ആളുകളെയാണ്, സ്വർണവും വെള്ളിയുമല്ല.
മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹ്, അല്ലാഹു മഹാനുഭാവന്റെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. കാസർഗോഡ് ഭാഗത്തൊരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് വരുമ്പോ മഹാനായ ശംസുൽ ഉലമയോട് കമ്മിറ്റിക്കാരെ ആരോ ഒരാൾ വല്ലാത്ത ധൈര്യം മഹാനോടൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഉസ്താദേ ശൈഖുന, ഞങ്ങൾക്ക് പള്ളിക്ക് വരുമാനമൊന്നുമില്ല, ഉസ്താദ് ഒന്ന് പറയണം, പിരിവുണ്ടാക്കി തരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ, ആ മഹാന്റെ ഒരു വീക്ഷണം, ആ മഹാന്റെ ചില വാക്കുകളുടെ കണിശത ഭയങ്കരമാണ്. ശംസുൽ ഉലമ അവിടെ പറഞ്ഞ മറുപടി, എന്തിനാണോ പള്ളിക്ക് വരുമാനം? പള്ളിയിൽ വേണ്ടത് പള്ളിയുടെ ചുറ്റും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അതിഥികളല്ലേ വേണ്ടത്? അവിടെ ഇമാമ് നിൽക്കണം, മഅ്മൂമ് വേണം, പള്ളിയെ ഹബ്ബ് ചെയ്യുന്ന അയൽവാസികൾ വേണം. പള്ളിക്ക് എന്തിനാണോ വരുമാനം എന്ന ഒരു മറുപടി കൊടുത്തു മഹാനായ ശംസുൽ ഉലമ. യാ അല്ലാഹ്, അതേ മറുപടി ആവർത്തിക്കുകയാണ് ദാറുൽ ഹുദയുടെ ശില്പിയായിരുന്ന ഡോക്ടർ അയ്യൂബ് ബാഫുട്ടി ഹാജി. ചെമ്മാട്ട് വൈജ്ഞാനിക വിപ്ലവത്തിന് തിരുകൊളുത്തിയ ആ മഹാനുഭാവൻ സൈനുൽ ഉലമയുടെ കൂടെ അന്ത്യവിഷമം കൊള്ളുകയാണ് ദാറുൽ ഹുദയുടെ പള്ളിയുടെ മുമ്പിൽ. അല്ലേ, ആ മഹാനുഭാവന്മാർ അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. ദാറുൽ ഹുദക്കൊരു സ്ഥായിയായ വരുമാനം വേണ്ടേ? ഈ സ്ഥാപനം ഇങ്ങനെ പോയാൽ ഹാജിയാരുടെ കാലം കഴിഞ്ഞ ആരാധന നോക്കുക, നിനക്ക് വരുമാനം വേണ്ടേ എന്ന് കമ്മിറ്റി ഭാരവാഹികൾ മുഴുവൻ ഏകസ്വരത്തിൽ അഭിപ്രായം ഉന്നയിച്ചപ്പോ മഹാനായ ബാഫുട്ടി ഹാജി പറഞ്ഞൊരു മറുപടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറയുമ്പോ അള്ളാഹിന്റെ ഹബീബ് ഇസ്ലാമിനെ നിലനിർത്താൻ ഷോപ്പിംഗ് കോംപ്ലക്സോ ബിൽഡിങ്ങോ ഉണ്ടാക്കിയിട്ടാണോ ഇവിടുന്ന് പോയത്? അല്ല, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന സ്വഹാബികളെ വാർത്തെടുത്തു. ദാറുൽ ഹുദയെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളായ മുഅ്മിനീങ്ങൾ ഇവിടെയുണ്ടെങ്കിൽ ഈ സ്ഥാപനം നടക്കും. ഇതിന് വരുമാനം, സ്ഥായിയായ വരുമാനത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു ധൈര്യമുണ്ട്. അതാർക്കും അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയില്ല. ഇതിന് സ്ഥായിയായ വരുമാനം വേണ്ട എന്ന മഹാനായ ഡോക്ടർ അയ്യൂബ് ബാഫുട്ടി ഹാജി. എന്തേ? മുഹിബ്ബീങ്ങളായ ദീനിനോട് ഹബ്ബുള്ളവരുണ്ടായാൽ മതി, അവരങ്ങ് നടത്തിക്കൊള്ളും എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്നും നമ്മുടെ ദീനീ സ്ഥാപനങ്ങളുടെയൊക്കെ നടത്തിപ്പ് അങ്ങനെയല്ലേ? വല്ലാത്ത അത്ഭുതമാണ്. ശംസുൽ ഉലമയുടെ ആ ഒരു വാക്ക്, ആളുകളാണ് വേണ്ടത്. ഇന്ന സഅയകും ലശത്താ, നന്മയുടെ വഴികളിൽ 1000 കുതിരശക്തിയുള്ള ഈമാനിന്റെ പ്രഭയുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ മഹാനായ ഉമർ തങ്ങൾ കൊതിച്ചു പോകുന്നു. ജനങ്ങൾ മുഴുവനും ഒരു വീട് നിറയെ സ്വർണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ആഗ്രഹം അതല്ല, ഞാൻ ആഗ്രഹിക്കുകയാണ് റിജാലൻ കഹുദൈഫത്ത് ബിനുൽ യമാൻ, ഹുദൈഫത്ത് ബിനുൽ യമാനിയെ പോലെ, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് തങ്ങളെ പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഈ ദീനിന്റെ ദൗത്യവുമായി പറഞ്ഞേക്കാൻ എനിക്ക് അവരെയായിരുന്നു ആഗ്രഹം, അവരെയാണ് എനിക്ക് വേണ്ടത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനെ, നമ്മുടെ ചെറുപ്പക്കാർ, നമുക്ക് പ്രവർത്തിക്കാനുള്ള മേഖലകൾ SKSSFന്റെ സമസ്തയുടെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജനങ്ങളുടെ സുന്നി യുവജന സംഘം, SKSBV, നമ്മുടെ പിഞ്ചു മക്കളുടെ ബാലവേദി, ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കാനുള്ള മേഖല നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ആ വഴികളിലേക്ക് നമ്മൾ പ്രവർത്തിക്കാതെ പോയാൽ, സേവനത്തിന് നമ്മുടെ വിഖായ വളണ്ടിയർമാർ, വിഖായയുടെ വിങ്, സുബ്ഹാനല്ലാഹ്, സഹചാരി പ്രവർത്തനങ്ങള്, KMCCയുടെ പ്രവർത്തനങ്ങള്, ഒരുപാട് ആശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചാരിറ്റി സംവിധാനങ്ങൾ, ഇതിലൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ അതിൻ്റെ പ്രവർത്തകരായി മാറി നമ്മുടെ ഊർജം ആ വഴിക്ക് നമ്മൾ ചെലവഴിച്ചില്ലെങ്കിൽ ആ ഊർജം നമ്മൾ തിന്മയുടെ വഴിയിലേക്ക് ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് നന്മയിലേക്കൊരു ഡൈവേഷൻ കൊടുത്തേ പറ്റൂ, നിർബന്ധമായിട്ടും. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചു നമ്മുടെ ക്യാമ്പസുകളിൽ നന്മയുടെ വഴിയിലേക്ക് നമ്മുടെ കഴിവിനെ നമ്മൾ മാറ്റിവിട്ടില്ലെങ്കിൽ തിന്മയുടെ വഴിയിലൂടെ പിശാചത് കൊണ്ടുപോകും. ഇന്ന സഅയകും ലശത്താ. ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്, മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ ഒരു മഹാത്ഭുതം എന്ന് പറയുന്നത് മലക്കുകൾക്ക് അല്ലാഹു ബുദ്ധി കൊടുത്തു, പക്ഷേ വികാരം കൊടുത്തിട്ടില്ല. മലക്കുകൾക്ക് വികാരമില്ല, അവർ കല്യാണം കഴിക്കണില്ല, അവർ ദേഷ്യമില്ല, അവർക്ക് കോപമില്ല, കലാപമില്ല, ബുദ്ധിയുണ്ട് മലക്കുകൾക്ക്. മൃഗങ്ങൾക്ക് അല്ലാഹു വികാരം കൊടുത്തു, പക്ഷെ ബുദ്ധിയില്ല. നന്മ തിന്മ വേർതിരിക്കാൻ അവർക്ക് കഴിയില്ല. തിന്നാനും കുടിക്കാനൊക്കെ അവർക്കറിയും.
ഖലഖ ഫഹദ. അല്ലാഹു തആല ഓരോ വസ്തുവിൻ്റെയും ഹിദായത്തിന് ആവശ്യമായത് അവർക്ക് കൊടുത്തു. മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല, അവർക്ക് ശഹ്വത്തുണ്ട്, വൈകാരികതയുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വൈകാരികതയില്ല, ബുദ്ധിയുണ്ട്. മനുഷ്യർക്കോ ബുദ്ധിയുമുണ്ട്, വികാരവുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വികാരത്തെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവൻ ആരാണ്? മലക്കുകളും മറ്റു ജീവജാലങ്ങളിലും ഓരോരോ ഗുണങ്ങൾ നമ്മിൽ അല്ലാഹു രണ്ടും വെച്ചിരിക്കുകയാണ്. ബുദ്ധിയും തന്നു, വികാരവും തന്നു. ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്തു പോയി കൊണ്ടുപോകേണ്ടവരാണ്. ബുദ്ധി കൊണ്ട് വികാരത്തെ നിയന്ത്രിക്കേണ്ടവനാണ് മനുഷ്യൻ. അങ്ങനെ വല്ലാത്ത ഒരു ഉത്തരവാദിത്വം നമ്മിലുള്ളതിന്റെ പേരിൽ അല്ലാഹു തആല പറയുന്നു, നബിയെ പറയണം, തിന്മയും നന്മയും ഒരുപോലെയല്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്. തിന്മയുടെ ബാഹുല്യം അങ്ങേ അതിശയിപ്പിച്ചാൽ തന്നെയും, തിന്മയുടെ ബാഹുല്യം അങ്ങേ അതിശയിപ്പിച്ചാൽ തന്നെയും നന്മയും തിന്മയും ഒരുപോലെയല്ല. സജ്ജനങ്ങളും ദുർജനങ്ങളും ഒരുപോലെയല്ല. മഹാനായ ഹബീബായ നബി തങ്ങളുടെ കാലശേഷം ഈ ഉമ്മത്തിന്റെ നേതാവ് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് എന്നവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി. സിദ്ദീഖ് എന്നവരെ പോലെയാണോ മറ്റുള്ളവരെ? അബൂജഹലിനെ പോലെയാണോ സിദ്ദീഖ് എന്നവരെ? അതുപോകട്ടെ, സിദ്ദീഖ് എന്നവരെ പോലെയാണോ ഉമർ എന്നവരെ? ഉമർ എന്നവരെ പോലെയാണോ ഉസ്മാൻ എന്നവരെ? ഉസ്മാൻ എന്നവരെ പോലെയാണോ അലിയാരെ പോലെയാണോ മുആവിയ തങ്ങളെ? ഓരോരുത്തരിലും അല്ലാഹു തആല അവരുടെ ഈമാനിന്റെയും കർമ്മത്തിന്റെയും തോതനുസരിച്ച് അല്ലാഹു സ്ഥാനം വെച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു മഹത്വമല്ലേ അത്. ഇവിടെ നമ്മുടെ അധ്യക്ഷനായിരുന്ന മഹാനായ നെല്ലായി ഉസ്താദ് നമ്മോട് യാത്ര പറഞ്ഞു പോയി. 50 കൊല്ലം 50 വർഷം ദർസ് നടത്തിയതിന്റെ ഒരു വാർഷികം കഴിഞ്ഞ വർഷത്തുണ്ടായിരുന്നു. സുബ്ഹാൻ, 50 കൊല്ലം മുദർരിസായതിന്റെ, 50 കൊല്ലം ദർസ് നടത്തിയതിന്റെ ഒരു വാർഷികം ആലോചിച്ചു. എത്ര വലിയ തൗഫീഖാണത്, എത്ര വലിയ തൗഫീഖാണ്. എത്രയായിരക്കണക്കിന് ഫൈസിമാർ, ബാക്കവിമാർ, ദാരിമിമാർ, ഉസ്താദുമാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഖാദിമാർ, ഖതീബുമാർ, ആയിരക്കണക്കിന് മഹല്ലുകളിലേക്ക് പോയത് ആ മഹാനുഭാവന്റെ 50 കൊല്ലത്തെ സേവനം. അല്ലാഹു ഉസ്താദിന്റെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ. എന്തൊരു പാവം മഹാനായ മനുഷ്യൻ റബ്ബേ, എന്തൊരു സൗമ്യതയുള്ള മഹാൻ, എന്തൊരു എളിമയും എന്തൊരു ഭവ്യതയുമുള്ള മഹാനായ ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉസ്താദ് ഇവിടെ സദസ്സിലില്ലാത്തത് കൊണ്ട് ഞാനത് ധൈര്യമായിട്ട് പറയാം. ഈ ഒരു ഉലമാഇന്റെ ക്വാളിറ്റി സമസ്തയുടെ മഹാന്മാരിലേക്ക് കാണാൻ കഴിയും. അല്ലാത്തതൊക്കെ ശ്വാസം വീർപ്പിച്ച് അഹങ്കാരം നടത്തി വലിയ ആൾപോരിമയോ അഹംഭാവമോ കാണിക്കുന്ന വിധം ഇജാബുള്ള ഒരു തരം പ്രകടനങ്ങൾ അവരുടെ കാട്ടിക്കൂട്ടലുകളിൽ മുഅ്മിനീങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു സൗമ്യതയും സരളതയുമുള്ള മഹാന്മാർ ഈ ഉമ്മത്തിന് അല്ലാഹു തന്നത് ഈ ഉമ്മത്തിന്റെ സൗഭാഗ്യമാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമുക്ക് മറക്കാൻ കഴിയോ? എന്തായിരുന്നു ആ മഹാന്റെ ഒരു ജീവിതം? ആലോചിച്ച് നോക്കി. അല്ലാഹുവേ, മഹാനുഭാവന്റെ വിടവിലേക്ക് യോഗ്യരായ മഹത്തുക്കളെ, മുറബ്ബികളായ ആലിമീങ്ങളെ, സാദാത്യങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ജനങ്ങളുടെ എല്ലാ ഈമാനും ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ സിദ്ദീഖ് എന്നവരുടെ ഈമാനിനോളം എത്താൻ കഴിയുകയില്ലെന്ന് ഉമർ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായത് റസൂലുള്ളാഹി തങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞത് ഇമാം ബൈഹഖി എന്നവർ ശുഅബുൽ ഈമാനിൽ കൊണ്ടുവന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസുകൾ വേറെയും കാണാൻ കഴിയും. ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു സ്വപ്നം വിവരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ, ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി എന്നിവരെ ബിസനദിൻ ഹസനിൻ സ്വഹീഹിൻ എന്ന് ഇമാം തിർമിദി തങ്ങൾ കൊണ്ടുവന്ന ഹദീസാണിത്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ ചോദിച്ചു, അയ്യുക്കും റഅൽ ലൈലത റുയാ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് സ്വപ്നം കണ്ടവരുണ്ടോ? ഒരാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ, ഞാനൊരു സ്വപ്നം കണ്ടു, സത്യസന്ധമായ സ്വപ്നം. സ്വപ്നം മനസ്സിലാക്കാനും ഒരു ഇൽമുണ്ട്. സ്വപ്നം പിശാചിന്റെ ഭാഗത്ത് നിന്നുണ്ട്, സ്വപ്നം മലക്കുകളുടെ ഭാഗത്ത് നിന്ന് വരും, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇൽഹാമായിട്ട് വരും.
അള്ളാഹുവിന്റെ ശരീഅത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം ഇത് ഇസ്തിദ്റാജാണ്, അത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ളതല്ല. ഉടനെ മനസ്സിലാക്കണം. സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ചാൽ അത് വലിയ പ്രാമാണികതയൊന്നുമല്ല. സ്വപ്നം കൊണ്ട് ലാ യുഹല്ലിലു ഹലാലൻ വലാ യുഹർരിമു ഹറാമൻ, ഒരു സ്വപ്നവും ഒരു ഹലാലിനെ ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യില്ല. വലാകിന്നഹാ മുബശ്ശിറാത്ത്, പക്ഷേ സ്വപ്നങ്ങളിൽ ചില സന്തോഷ വാർത്തകൾ ഉണ്ടാകാറുണ്ട്. എപ്പോഴെന്നറിയോ? ആ കണ്ട സ്വപ്നം ശറഇന്റെ വസ്തുതകൾക്ക് നിരക്കുന്നതാകണം. അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അല്ലാഹുവിന്റെ റസൂലല്ലേ അഫ്ദലുൽ ഖൽഖ്. മുത്തുനബി തങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാ. ആ സ്ഥാനം കഴിഞ്ഞിട്ടേ ഉമർ തങ്ങളുള്ളൂ, അത് കഴിഞ്ഞിട്ടേ ഉസ്മാൻ തങ്ങളുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് അലിയാർ തങ്ങൾ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ, ഹബീബിന്റെ അഹ്ലു ബൈത്തുകളൊക്കെ. സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞിട്ടാണ് റളിയല്ലാഹു തആല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന ഹബീബിന്റെ സ്വഹിബുഹു ഫിൽ ഗാർ, ഹബീബിന്റെ 60 കൊല്ലത്തെ കൂട്ടുകാരൻ, 61 കൊല്ലത്തെ കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആ മഹാനുഭാവൻ ഹബീബായ നബി തങ്ങളുടെ അംബിയാഇന്റെ സ്ഥാനം കഴിഞ്ഞാൽ ഉടൻ വരുന്ന മഹാനാണ്. ആ മഹാനെ ചവിട്ടിത്താഴ്ത്തിയിട്ട് വേറെ അതുപോലെ പേരുള്ള ഒരാളുടെ ഒരു സ്വപ്നം ആരെങ്കിലും പറയുകയാണെങ്കിൽ മിനിമം ഇത് പിശാചിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസം ഉണ്ടായിരുന്നു? സിദ്ദീഖ് തങ്ങളല്ല, സിദ്ദീഖ് തങ്ങളെക്കാളും സ്ഥാനമുള്ള വേറെ ഒരു പേരുള്ള ആളുണ്ട് എന്ന് പച്ചയായി നമ്മുടെ മൈക്കുകളിൽ, സോഷ്യൽ മീഡിയകളിൽ പരസ്യമായിട്ട് ഒരാൾ പറയാ, അതിനെ സംബന്ധിച്ച് ഒരു അപ്പോളജിയോ അല്ലെങ്കിൽ ഒരു ക്ഷമാപണമോ തെറ്റുപറ്റിപ്പോയെന്ന് പോലും ഇക്കാലം വരെ ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടോ ഇല്ലേ ഒന്ന് അറിയിക്കണം, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ. പച്ചയായിട്ട് പറയാ, സിദ്ദീഖ് തങ്ങളെക്കാളും ആ സിദ്ദീഖ് തങ്ങളെ ചവിട്ടിത്താഴ്ത്തിയിട്ട് മറ്റൊരാളെ ഖലഫുകളിൽ വന്ന, പിൻഗാമികളിൽ വന്ന ഒരാളെ സംബന്ധിച്ച് പറയാ. എന്നിട്ട് അതൊക്കെ വലിയ ഒക്കെ പറയുമ്പോ അല്ലാഹു അക്ബർ, ഈ തക്ബീറിനൊന്നും അർത്ഥല്ലേ? എന്താ ഈ തക്ബീർ എന്ന് പറഞ്ഞാൽ? എന്തിനാണ് ഈ തക്ബീർ ചൊല്ലുന്നത്? എന്താണ് അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? കൂലിക്കിരിക്കണ മുത്തഅല്ലിമീങ്ങൾക്കറിയോ എന്തിനാണ് ഈ തക്ബീറിന്റെ അർത്ഥമെന്ന്? തൊണ്ടതിനും പിടിച്ചതിനും മുഴുവൻ തക്ബീർ. ഇവിടെ ശരീഅത്തില്ലേ? അല്ലാഹുവിന്റെ ദീൻ, ദീനിന്റെ ശായിറുകളില്ലേ? ഇവിടെ ദീനിന്റെ പ്രമാണങ്ങളില്ലേ? ഇവിടെ ഇസ്ലാമിന്റെ ഉസൂലുകളില്ലേ? ഇവിടെ മഹാന്മാരുടെ മഹത്വങ്ങളെ സംബന്ധിച്ച് മുഅ്മിനീങ്ങൾക്ക് കൃത്യമായ രേഖയില്ലേ നമ്മുടെ മുമ്പിൽ? ആ രേഖയെ മുഴുവനും ചവിട്ടിത്താഴ്ത്തിയിട്ട് ആരുടെയെങ്കിലും ഒരു സ്ഥാനം ഉയർത്തിപ്പിടിക്കാൻ ഇതുപോലെയുള്ള സ്വപ്നത്തിന്റെ വാറോല കൊണ്ടുവരുന്ന ആളുകൾ മിനിമം സ്വപ്നം പിശാചിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. ഇതൊന്നും ലോകത്തോട് പറയാനുള്ളതല്ല. അത് ദിക്ർ ചൊല്ലി കടക്കാത്തത് കൊണ്ട് പിശാച് കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ഈ ഉമ്മത്തിന് ഇനി കേൾക്കാൻ ഇടവരരുത്. അള്ളാഹുവിന്റെ ദീന് കൊണ്ട് കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ട്. ഇത് ശരീഅത്തുൽ ഖറാ, ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. മുത്തനബി തങ്ങൾ നമ്മൾ ഇട്ടേച്ചു പോയത് പകൽ വെളിച്ചം പോലെ സൂര്യപ്രഭയുള്ള ഒരു വഴിയിലാണ്. ആ വഴിയിൽ കിടക്കുന്ന മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളുടെ ഈമാൻ പിഴപ്പിക്കാൻ വരുന്ന വിധത്തിലുള്ള ഇതുപോലെയുള്ള ഗീർവാണങ്ങൾ ദയവ് ചെയ്ത് ശരീഅത്തിന്റെ മാപ്പിനിയിൽ വെച്ച് നോക്കാൻ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന് മിനിമം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഗീറത്തുൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, കണ്ട് സഹിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ. സിദ്ദീഖ് തങ്ങളെ കുറിച്ച് കുട്ടികളി കളിക്കേ, സ്വർഗത്തിന്റെ ടിക്കറ്റ് സിദ്ദീഖ് തങ്ങളല്ലേ തരേണ്ടത്? മഹാനായ സിദ്ദീഖ് തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ആ മഹാനെ ഇടിച്ചു താഴ്ത്തുകയോ? അള്ളാഹുവിന്റെ റൗള ഷരീഫ് എന്ന ഹബീബായ നബി തങ്ങളുടെ അഫ്ളലു ബിഖാഇൽ അർദ്, അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഹബീബിന്റെ റൗളയാണ് ബിഇജ്മാഇൽ ഉലമ, ലോക പണ്ഡിതന്മാരുടെ ഇജ്മാഅാണ്. ആ പുണ്യമായ സ്ഥാനത്തിന് പകരം ഇവിടെ കേരളത്തിലെ 5 സെന്റ് ഭൂമിയിലേക്ക് ഹറമിലെ മണ്ണിനേക്കാളും പുണ്യമുണ്ടെന്ന് കൊണ്ടുവരാൻ നടത്തുന്ന ഇതുപോലെയുള്ള ബാലിശമായ ശ്രമങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഇനി മുതൽ പറയരുത്. ദയവ് ചെയ്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമു നിങ്ങൾ പഠിക്കണം, ഇൽമു പഠിക്കണം.
ദീനിനോട് ഹുർമത്ത് വേണം, അള്ളാഹുവിന്റെ അഹ്കാമിനോട് ഹുർമത്ത് വേണം, ഹബീബായ തങ്ങളോട് ഹുർമത്ത് വേണം. നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവനും വിളിച്ചു പറയാനുള്ളതല്ല, അതിൽ ശറഇനോട് യോജിക്കുന്നത് മാത്രമേ വിളിച്ചു പറയാൻ പാടുള്ളൂ, വിശ്വസിക്കാനും പാടുള്ളൂ. ശറഇനെതിരാണോ മിണ്ടിപ്പോകരുത്. ഇസ്തിദ്റാജ് പിശാചിന്റേതാണ്. മുത്തുനബി തങ്ങൾ സ്വഹാബികളോട് സ്വപ്നം ചോദിക്കാറുണ്ട്. സ്വാദിഖും മസ്ദൂഖുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സുദ്ദീഖീങ്ങളായ സ്വഹാബിമാർ, അവർ സത്യമേ പറയൂ, നുണ പറയൂല. ആ സ്വഹാബിമാരോട് തങ്ങൾ ചോദിക്കുകയാണ്, അയ്യുക്കും റഅൽ ലൈലത റുയാ, ഇന്ന് രാത്രി സ്വപ്നം കണ്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ ഫഖാല റജുലുൻ, ഒരാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് നബിയെ, ഞാൻ കണ്ടിട്ടുണ്ട്. റഅയ്തുക അന്ന മീസാനൻ ദുല്ലിയ മിനസ് സമാ. ഇമാം അബൂ ദാവൂദ് എന്നവരെ, ഇമാം അഹ്മദ് എന്നവരെ മുസ്നദിലും ഇമാം തുർമുദി തങ്ങൾ അവരുടെ സുനനിലും കൊണ്ടുവന്ന വളരെ സ്വഹീഹായ സനദുള്ള ഹദീസാണ്. നബിയെ, ആകാശ ലോകത്തിൽ നിന്ന് ഒരു തുലാസ് ഇറങ്ങി വന്നത് ഞാൻ കണ്ടു നബിയെ. റഅയ്തു കഅന്ന മീസാനൻ ദുല്ലിയ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരു മീസാൻ ഇങ്ങനെ ഇറങ്ങി വന്നത് ഞാൻ കണ്ടു. നബിയെ, ആ തുലാസിന്റെ ഓരോരോ തട്ടിലായി അങ്ങയെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും നിർത്തിയത് ഞാൻ കണ്ടു. നബിയെ, സിദ്ദീഖ് എന്നവരെക്കാളും ഭാരം നിങ്ങൾക്കായിരുന്നു നബിയെ, അത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ കണ്ടു ഒരു തട്ടിൽ സിദ്ദീഖ് എന്നവരും മറുതട്ടിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും. ഫറജഹ അബൂബക്കറിൻ, നബിയെ, മഹാനായ ഉമർ എന്നവരെക്കാളും ഭാരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടു നബിയെ. ثم وزن عمر وعثمان, പിന്നെ നബിയെ, ഉസ്മാൻ എന്നവരെയും ഉമർ എന്നവരെയും ഓരോരോ തുലാസിന്റെ തട്ടിലായി നിർത്തിയപ്പോൾ ഫറജഹ ഉമറു, ഉസ്മാൻ തങ്ങളെക്കാളും ഭാരമുണ്ടായത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. ثم ارتفع الميزان, എന്നിട്ട് ആ തുലാസ് ഉയരുകയാണ് ഉണ്ടായത്. ഞാൻ കണ്ട സ്വപ്നമാണ് നബിയെ എന്ന് ഒരു സ്വഹാബി ഹബീബായ തങ്ങളോട് പറയുന്നു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു കറാഹിയത്തിന്റെ അനുഭവം ഞങ്ങൾ അറിഞ്ഞു എന്ന് സ്വഹാബിമാർ പറയുന്നു. കാരണം അവിടെ ഇരിക്കുന്ന സ്വഹാബിമാർ ഓരോരുത്തരുടെയും മഹത്വം മറ്റൊരാളിൽ നിന്ന് താഴെയാണ് എന്ന് വിവരിക്കുന്ന ഈ സ്വപ്നം കാരണം എന്തെങ്കിലും രീതിയിലുള്ള മനപ്രയാസം ഉണ്ടാകുമോ എന്ന് ഹബീബിന് തോന്നിയത് കൊണ്ടാകാം. فَرُؤِيَ فِي وَجْهِ رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ الْكَرَاهِيَةَ ثُمَّ قَالَ, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖിലാഫത്തു നുബുവ, പ്രവാചകത്വം കഴിഞ്ഞാൽ പിന്നെ ഖിലാഫത്ത് വരും, ഖലീഫമാർ വരും. ثُمَّ يُؤْتِي اللَّهُ الْمُلْكَ مَن يَشَاءُ, ഖിലാഫത്തുർ റാഷിദയുടെ 4 ഖുലഫാഇന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല രാജാധികാരം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊരു ദിവസം സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം നബി തങ്ങൾ സ്വഹാബികൾക്കിടയിലേക്ക് വരുന്നു. ഹദീസ് ഇമാം അഹ്മദ് എന്നവരും ഇമാം തുബറാനി എന്നവരും ബിസനദിൻ സ്വഹീഹിൻ റിജാലുഹു സിഖാത്തുൻ എന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അടിക്കുറിപ്പ് കൊടുത്ത പ്രാമാണികതയുള്ള ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്കിടയിലേക്ക് വന്നിട്ട് തങ്ങൾ കണ്ട ഒരു സ്വപ്നം പറഞ്ഞിട്ടുണ്ട്. رأيت قبيل الفجر كأني أعطيت المقاليد والموازين. الله سبحانه وتعالى എനിക്ക് ഖജനാവുകളുടെ താക്കോലും തുലാസുകളും അല്ലാഹു എനിക്ക് തന്നത് ഞാൻ ഇന്നലെ കണ്ടു. وأما الموازين فهذه الموازين التي تزنون بها وتعرفونها, നിങ്ങൾ അറിയുന്ന അങ്ങാടികളിലെ ഷോപ്പുകളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന തുലാസ് തന്നെയാണത്. ഫജീഅ ബി, എന്നെ അല്ലാഹു കൊണ്ടുവന്നു. വവുദിഅത് ഉമ്മതി ഫീ കിഫത്തിൻ, എൻ്റെ ഉമ്മത്തികളെ മുഴുവൻ തുലാസിന്റെ മറ്റൊരു തട്ടിലും. ഫറജഹ്തു ബിഹിം, അല്ലാഹു എനിക്കാണ് ഭാരം നൽകിയത്. ഈ ഉമ്മത്തികളായ ഉമ്മത്തികളുടെ മുഴുവൻ അമൽ തുലാസിന്റെ ഒരു തട്ടിലും അഷ്റഫുൽ ഖൽഖ് തങ്ങളെ മാത്രം തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചാൽ അല്ലാഹുവിന്റെ റസൂലിനാണ് ഭാരമുണ്ടായത് എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ തന്നെ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നൽകുന്ന ഫضലാണത്. ثم جيء,
ബിഅബീ ബക്രിൻ ഫവുസിന ബിഹിം ഫവസൻ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമ്മത്തികളെയും അല്ലാഹു തൂക്കി ഉമ്മത്തികളെ മുഴുവൻ തുലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചപ്പോൾ ഫവസൻ, മഹാനായ സിദ്ദീഖ് എന്നവർക്കാണ് ഭാരമുണ്ടായത്. ثم جيء بعمر فوزن بهم فوزن. മഹാനായ ഉമർ എന്നവരെ തുലാസിന്റെ ഒരു തട്ടിലും ഇപ്പുറത്ത് ഉമ്മത്തികളെ മുഴുവൻ. നമ്മൾ അറിയണം എന്താണ് ഈമാൻ, എന്താണ് ഈമാൻ. ആ ഉമ്മത്തികൾ മുഴുവൻ എന്ന് വന്നതിൽ എല്ലാ സ്വഹാബിമാരും പെട്ടു. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അടക്കമുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ പെട്ടു, ആരിഫീങ്ങൾ പെട്ടു, ഉലമാ പെട്ടു, മുതഅല്ലിമീങ്ങൾ പെട്ടു, ഹാഫിളീങ്ങൾ പെട്ടു, ആലിമീങ്ങൾ പെട്ടു. ഇവരെയെല്ലാം തുലാസിന്റെ ഒരു തട്ടിലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു തട്ടിലും വെച്ചപ്പോൾ ഫവസന, ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് ഭാരമുണ്ടായത്. അതുപോലെ ഉസ്മാൻ തങ്ങളെ വെച്ചപ്പോഴും മുഴുവൻ ഉമ്മത്തികളെക്കാളും ഉസ്മാൻ എന്നവർക്ക് ഭാരമുണ്ടായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ സിദ്ദീഖ് തങ്ങളുടെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഈ മഹത്വം എന്തുകൊണ്ടെന്നറിയുമോ? മഹാനായ ഇബ്നു അബ്ദില്ലാഹിൽ മുസനി തങ്ങൾ, മഹാനായ ഇബ്നു അയ്യാഷ് റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. രണ്ടുപേരും പറയുന്നു, മാ സബഖകും അബൂബക്രിൻ ബികസറത്തി സൗമിൻ വലാ സ്വലാഹ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് നോമ്പും ഒരുപാട് നിസ്കാരവും ഉണ്ടായതുകൊണ്ടല്ല നിങ്ങളെക്കാൾ മുഴുവനും സിദ്ദീഖ് എന്നവർക്ക് സ്ഥാനമുണ്ടായത്. നിങ്ങൾ സിദ്ദീഖ് എന്നവരെക്കാളും നിസ്കാരമുള്ളവർ നിങ്ങളിലുണ്ടാകാം, സിദ്ദീഖ് എന്നവരെക്കാളും സുന്നത്ത് നോമ്പെടുക്കുന്നവർ നിങ്ങളിലുണ്ടാകാം. ഇന്നമാ സബഖകും ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന ഈമാനിന്റെ കട്ടി കൊണ്ടാണ് സിദ്ദീഖ് എന്നവർ മുഴുവൻ ഉമ്മത്തികളെക്കാളും സിദ്ദീഖ് എന്നവരുടെ ഈമാനിന് ഖനമുണ്ടായത് എന്ന് മഹാനായ അയ്യാഷ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ബക്ർ ഇബ്നു അബ്ദില്ലാഹിൽ മുസനി റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങൾ മുഴുവൻ സ്വഹാബികളെ സംബന്ധിച്ചും ഇങ്ങനെ പറയാറുണ്ട്. സ്വഹാബിമാരെക്കാളും ഇബാദത്തുള്ള താബിഈങ്ങളുണ്ട്. പക്ഷേ ആ താബിഈങ്ങളെക്കാളും സ്ഥാനം സ്വഹാബികൾക്കാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഖൽബിൽ അല്ലാഹു നൽകുന്ന ഈമാൻ കൊണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് മാറ്റമുണ്ടാവണം. കർമ്മഭൂമിയിൽ നന്മയുടെ വീഥിയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇർഹമൂ തുർഹമൂ. നിങ്ങൾ ജനങ്ങളോട് കരുണ കാണിക്കണേ, എന്നാൽ ജനങ്ങൾ നിങ്ങളോട് ഇങ്ങോട്ട് കരുണ കാണിക്കും. വഗ്ഫിറൂ യുഗ്ഫറു ലക്കും. നിങ്ങൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണം, നിങ്ങൾക്ക് ജനങ്ങൾ മാപ്പ് തരും. വൈലുൽ ലി അഖ്മാഇൽ ഖൗൽ, വൈലുൽ ലി അഖ്മാഇൽ ഖൗൽ. അഖ്മാഉൽ ഖൗൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെവിയിലൂടെ കേൾക്കുകയും അത് ശ്രദ്ധിക്കാതെ ചെവിയിൽ നിന്ന് കളയുകയും ചെയ്യുന്ന ആളുകൾ, വെറുതെ കേട്ടുപോകുന്നവര്, അവർക്ക് നാശമാണ്. വൈലുൽ ലിൽ മുസ്രിൻ അല്ലദീന യുസിറൂന അലാ മാ അമിലു വഹും യഅലമൂൻ. അറിവുണ്ടായതിന്റെ ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ ആവർത്തിക്കുന്നവർക്ക് നാശമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ അത് തെറ്റുകളാണെന്ന് ബോധ്യമായതിന് ശേഷം അത് നിരന്തരം ചെയ്യുന്ന ആളുകൾക്ക് നാശമാണ്. വൈലുൻ വൈലുൻ, അവർക്ക് നാശമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു. അതുകൊണ്ട് സജ്ജനങ്ങൾ, ദുർജനങ്ങൾ ധാരാളമുള്ള ഒരു ലോകത്ത് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പ്രയാസമുണ്ട് മുഅ്മിനേ. നാട്ടുകാർ മുഴുവനും പലിശയിടപാടുകളുമായി ബന്ധപ്പെടുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും പണയം വെക്കല്, വട്ടിപ്പലിശയും അല്ലാത്ത പലിശയുമായിട്ട് ഹറാമിന്റെ ബിസിനസ്സുകളിലൂടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ, കളവ് പറഞ്ഞ് കച്ചവടക്കാര് കച്ചവടം ചെയ്യുമ്പോൾ അതൊന്നുമില്ലാതെ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആളുകൾ 1000-ൽ 1 10,000-ൽ 1 അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ് നോക്കണേ, ഇന്നമന്നാസു കഇബിലി മിഅ ലാ തകാദു തജിദു ഫീഹാ റാഹില. ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. ഇന്നമന്നാസു കഇബിലി മിഅ, ജനങ്ങൾ 100 ഒട്ടകങ്ങളെ പോലെയാണ്. അതിന് വേറെ അർത്ഥമുണ്ട്, ഞാൻ വഴിയെ പറയാം. 100 ഇബിൽ ഒട്ടകം,
100 ഒട്ടകങ്ങളെ പോലെ ലാ തകാദു തജിദു ഫീഹാ റാഹില, അതിൽ യാത്ര ചെയ്യാൻ പാകമുള്ള ഒരു ഒട്ടകവും കിട്ടുന്നില്ല. 100 എണ്ണമുണ്ട്. പക്ഷെ ഏതുമല യാത്ര ചെയ്യാ? ഇവൻ സ്ലോ ആണ്, ഇവൻ തളരും, ഇവന് 100 ഒട്ടകമുണ്ട്, പക്ഷേ കാര്യത്തിന് പോകുന്ന ഒന്നുപോലുമില്ല. ഇങ്ങനെയാണ് ജനങ്ങളെന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. കാര്യത്തിന് പോകുന്നവര്, ഒരു ദീനീ സ്ഥാപനം നടത്താൻ എത്ര പേര് മുമ്പിലുണ്ടാവും? ഒരു 4-5 പേര് അത്രേ ഉണ്ടാവും. ബാക്കിയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. അവര് ഊണും ഉറക്കില്ലാണ്ട് ഓടിച്ചാടി നടക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ബറക്കത്തും ഖബൂലിയത്തും ഇഖ്ലാസും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീനിന്റെ ഖാദിമീങ്ങൾ, മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ കുറച്ചേ ഉണ്ടാവൂ. അല്ലാഹുവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉലമാഇന്നും സാദാത്തിനും, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിലെ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ, അല്ലാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ കുടുംബത്തിലെ സയ്യിദന്മാർ, നമ്മുടെ മറ്റു കുടുംബങ്ങളിലെ ഖബീലകളിലെ സയ്യിദന്മാർ, നമ്മോടൊപ്പം ഈ സദസ്സിലിരിക്കുന്ന സാദാത്യങ്ങൾ, അവർക്കൊക്കെയും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കാരണം 10,000-കണക്കിന് ആളുകളിൽ കാര്യത്തിന് പോന്നവർ 1-2 കാണും. ഇനി അതല്ല, ഈ ഹദീസിന് മറ്റൊരർത്ഥമുണ്ട്. മഹാനായ റാഗിബുൽ അസ്ഫഹാനി ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം പറയും, അറബികൾ 100 ഒട്ടകമുണ്ടാകുമ്പോഴേ ഇബിൽ എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ നാഖ, ജമൽ എന്നൊക്കെ പറയാം. 100 ഒട്ടകമുണ്ടെങ്കിലേ ആ ഒട്ടക കൂട്ടങ്ങളെയാണ് ഇബിൽ എന്ന് പറയാം. അപ്പോ ഇബിൽ എന്ന് പറഞ്ഞാൽ 100, പിന്നെ ഒരു 100ഉം, അപ്പോ 100/100, അത് 100 × 100 ആണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ പറയുന്നത് 10,000 ഒട്ടകങ്ങളായി. 10,000 ഒട്ടകങ്ങൾ. 10,000 ഒട്ടകങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് ഒന്നുപോലും കാണുന്നില്ല. ഇങ്ങനെയാണ് ജനങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിർ സമാനിലേക്ക് അടുക്കുമ്പോൾ ഉള്ള ഒരു ഉമ്മത്തിന്റെ സ്വഭാവമാണ്. എല്ലാവരും ഉണ്ട്, പക്ഷെ കാര്യത്തിന് പോന്നവരില്ല. പക്ഷെ കാര്യത്തിന് പോന്നവർ നമുക്ക് വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സജ്ജനങ്ങളെ ഈ ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ വഹൈബ് ഇബ്നു വർദ് റളിയല്ലാഹു തആല അൻഹു, ഹിജ്റയുടെ 153-ൽ വഫാത്തായ മഹാന്മാരൊക്കെ അവരെ സംബന്ധിച്ച് സിഖത്തുൻ ആബിദുൻ സാലിഹുൻ എന്നൊക്കെ പറഞ്ഞ പ്രഗൽഭനാണ് ഇമാമുന സൗരി, സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുടെ മജ്ലിസ് കഴിഞ്ഞാൽ, ദർസ് കഴിഞ്ഞാൽ സുഫിയാനു സൗരി തങ്ങൾ പറയും, നമുക്ക് പോകാം, ഖുമു ബിനാ ഇല തബീബ്, ഡോക്ടർ അടുത്തേക്ക് പോകാം, വരും കുട്ടികളെ. ദർസ് കഴിഞ്ഞിട്ട് മുദരിസും കുട്ടികളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുക? ഡോക്ടർ അടുത്തേക്ക് പോവുക. എന്നിട്ട് ആരുടെ അടുത്തേക്ക് പോകുമെന്നറിയോ? മഹാനായ ഈ പ്രഗൽഭനായ പണ്ഡിതൻ വഹൈബ് ഇബ്നുൽ വർദ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിലേക്ക്. അവിടെ ദർസ് നടക്കുന്നില്ല, പക്ഷേ അതൊരു മരുന്നാണ്. എത്രയോ മുദരിസുമാർ മഹാനായ അത്തിപ്പറ്റസ്ഥാന്റെ അടുത്തേക്ക് വരും. വലിയ വലിയ ആലിമീങ്ങൾ മഹാനെ കണ്ടു കാണും. ഉസ്താദുടെ ദർസ് നടത്തി കൊടുത്തിട്ടാവില്ല. ആ മഹാന്റെ മജ്ലിസിലൊന്നിരിക്കുക, ഒരു തബറുഖ്, അവരുടെ ആ ഒരു മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കുക. ലനദറത്തുൻ ഇലാ വജ്ഹി സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ മുഖങ്ങളിലേക്ക് നോക്കുന്നത് എത്രയോ വർഷങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും ഒരുപക്ഷെ പുണ്യമാവും എന്ന് മഹാന്മാർ പറയാറുണ്ട്. ആലിമീങ്ങൾ സാദാത്യങ്ങളെ ചെന്ന് കാണുക. എന്തിനെന്നറിയോ? അവരുടെ നന്മ വർദ്ധിക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു മഹാനാണ് വഹൈബ് ഇബ്നുൽ വർദ് റളിയല്ലാഹു അൻഹു. സുഫിയാൻ സൗരി തങ്ങൾ ഇമാമുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരിൽ പ്രഗൽഭനാണ് സുഫിയാൻ എന്നവരെ. ദർസ് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ അടുത്തേക്ക് പോവല്ലേ? ആരാ ഡോക്ടർ എന്നറിയോ? തസൗഫിന്റെ ആലിമായ വഹൈബ് ഇബ്നുൽ വർദ് റളിയല്ലാഹു അൻഹു അവരുടെ രംഗത്തേക്ക് ചെന്ന് നിൽക്കും. ആ മഹാനവറുകൾ പറയുകയാണ്, വഹൈബ് ഇബ്നു വർദ് എന്നവര്, തസൗഫാണിത്, ഇതാണ് ഖൽബിലേക്ക് തറക്കുന്നത്. തസൗഫ് എന്ന് കേൾക്കുമ്പോഴേക്കും തലയിൽ മുടി എഴുന്നേൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇബ്നു തൈമിയ്യയുടെ മജ്മുഉൽ ഫതാവ എന്ന് എടുത്തു നോക്കുക. അദ്ദേഹം എന്താണ് ഈ തസൗഫിനെ കുറിച്ച് പറഞ്ഞത് എന്ന്. അദ്ദേഹത്തെങ്കിലും നിങ്ങൾ അംഗീകരിക്കുമായിരിക്കാം. തസൗഫ് എന്ന് പറയുമ്പോഴേക്കും ഇവരൊക്കെ പിഴച്ചവരാണെന്ന് പറയുന്നവർ, ഇത്തഖുല്ലാഹ ഫീ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ സജ്ജനങ്ങളായ ആളുകളെ സംബന്ധിച്ച് ഏതെങ്കിലും വഴിവിട്ട് ജീവിച്ച തസൗഫിന്റെ പേര് സ്വീകരിച്ച ആളുകളെ പറയുന്നത് മഹാന്മാരായ ഉലമാഇനെ സംബന്ധിച്ച്, തസൗഫിന്റെ ആലിമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പോകരുത്. ഇത്തഖുല്ലാഹ്, പുത്തനാശയക്കാർ ഇതിലൊക്കെ പെട്ടുപോയവരാണ്. അവരെ ഉണർത്താൻ വേണ്ടി പറയുകയാണ്. ദയവ് ചെയ്ത് മജ്മുഉൽ ഫതാവ എടുത്തു നോക്കുക. ഇബ്നു തൈമിയ്യ എന്താ പറഞ്ഞിട്ടുള്ളത്?
മഹാനായ വഹീബ് ഇബ്നു വറദ് റളിയല്ലാഹു അൻഹുവിന്റെ വചനം, ഇയ്യാക അൻ തകൂന അദുവൻ ലിഇബ്ലീസ ഫിൽ അലാനിയ വസുദീഖൻ ലഹു ഫിസ്സിർ. നീ പേടിക്കണം, പ്രത്യക്ഷത്തിൽ നീ ഇബ്ലീസിന്റെ ശത്രുവും രഹസ്യത്തിൽ ഇബ്ലീസിന്റെ സുഹൃത്തുമായി പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും പേടിക്കണമേ. ഓരോരുത്തരും പേടിക്കണം. ലോട്ടറി പറ്റൂല നമുക്കറിയാം. എന്നാ ഒരുത്തൻ ലോട്ടറി അടിച്ചാൽ മിണ്ടാണ്ട് പോയത് വാങ്ങിക്കൊണ്ടിരും. പ്രത്യക്ഷത്തിൽ ഇബ്ലീസിനെതിരാണ്. സ്വകാര്യമായിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, വന്നോട്ടെ. സുബ്ഹാനല്ലാഹ്. ഉദാഹരണം പറയാം, പാടില്ല എന്ന് നമുക്കറിയും. പക്ഷെ നമ്മുടെ സ്വന്തം ഒരു വിഷയം വരുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു കോംപ്രമൈസ്. ഇയ്യാക, നീ നിന്നെ സൂക്ഷിക്കണമേ, അൻ തകൂന അദുവൻ ലിഇബ്ലീസ ഫിൽ അലാനിയ, പ്രത്യക്ഷത്തിൽ ഇബ്ലീസിന്റെ ശത്രുവാവുകയും വസദീഖൻ ലഹു ഫിസ്സിർരി, വസദീഖൻ ലഹു ഫിസ്സിർരി, രഹസ്യമായി നീ പിശാചിന്റെ കൂട്ടുകാരനാകുന്നതും നീ പേടിക്കണമേ, പേടിക്കണമേ. മഹാന്മാരായ അഇമ്മത്തുകൾ വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ നല്ലവരായിരിക്കുകയും നമ്മുടെ സ്വകാര്യമായ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുകയും ചെയ്യുന്നത് വല്ലാത്ത അപകടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വഹീബ് ഇബ്നു വറദ് എന്ന് പറയുന്ന തബീബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ ചികിത്സിച്ചിരുന്ന ഡോക്ടറുടെ വചനങ്ങളാണിത്. ആ മഹാനുഭാവൻ ജീവിതകാലത്തൊരു ശപഥം ചെയ്തിരുന്നു, അള്ളാഹുവേ, സ്വർഗം എവിടെയാണ്? ആ സ്വർഗം എവിടെ? നീ എനിക്ക് സ്വർഗം നൽകുമെങ്കിൽ ഞാൻ നിന്റെ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിവ് കിട്ടിയതിന്റെ ശേഷമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിരിക്കൂ എന്ന് പറഞ്ഞ മഹാനാണ് വഹീബ് ഇബ്നുൽ വറദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ശപഥം ചെയ്തു, ജീവിതത്തിൽ ഞാൻ ചിരിക്കൂല. അങ്ങനെ ശപഥം ചെയ്ത മറ്റൊരു മഹാനുണ്ട്, റിബഈ ഇബ്നു ഹിറാഷ് റളിയല്ലാഹു തആല. ഇമാം ദഹബിയും അതുപോലെയുള്ള ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളൊക്കെ മഹാനായ റിബഈ ഇബ്നു ഹിറാഷ് എന്നവരെ കുറിച്ചും അവരുടെ രണ്ട് സഹോദരങ്ങൾ മസ്ഊദ് ഇബ്നു ഹിറാഷും റബീഉ ഇബ്നു ഹിറാഷും ഔലിയാക്ക് മരണം സംഭവിച്ചിട്ട് കറാമത്തുണ്ടായ മഹാന്മാർ. അടുത്ത് ഒരു വാതിൽ ഞാൻ ആ വിഷയം പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. റിബഈ ഇബ്നു ഹിറാഷ് എന്നവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ചിരിച്ച മഹാനാണ്. മരണം സംഭവിച്ചതിന് ശേഷം ഖബറിലേക്ക് വെക്കുന്നവരെ ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ശപഥം ചെയ്തിരുന്നു. ഇതൊക്കെ മഹാന്മാരുടെ കിതാബുകളിൽ, പ്രാമാണികമായ രേഖകളിൽ, ഒരു പുത്തനാശയക്കാരന് നിഷേധിക്കാൻ പറ്റാത്ത കിതാബുകളിൽ ഇത് രേഖപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാഇന്റെ കറാമത്തുകൾ. ഇത് വഹീബ് ഇബ്നു വറദ് എന്നവരെ അല്ലാഹുവിനോട് ശപഥം ചെയ്തു, റബ്ബേ, എന്റെ സ്വർഗലോകത്തെ സീറ്റ് എവിടെയാണ്? ഇത് ഞാൻ അറിയുന്നവരെ ഞാൻ ചിരിക്കൂല. മഹാനവറുകൾ മരണപ്പെട്ടപ്പോ യതക്സമിഊഹു യതകല്ലം, മരിച്ചു കിടക്കുക. ആ മഹാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കും. ഇതൊക്കെ പ്രാമാണികമായ രേഖകളുള്ള വിഷയമായതുകൊണ്ടാണ് ഞാൻ ആ ധൈര്യത്തിലാണ് പറയുന്നത്. ഇത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാണെന്ന് പറയണ്ട. അഹ്ലുസുന്നയുടെ ആശയാദർശങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ ഒരു പ്രയാസമല്ല. ഇത് ഈമാൻകാരും ഇസ്ലാംകാരും അല്ല. ഇനി വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാണ്ട് പോവുകയും ചെയ്യാം. പക്ഷേ ഈ മഹാൻ സംസാരിച്ചിട്ടുണ്ട്. മരണശേഷം സംസാരിച്ച ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങളുണ്ട്. അതൊക്കെ അല്ലാഹു നൽകുന്ന കറാമത്താണ്. മരിച്ചു കിടക്കുന്ന ഈ മഹാൻ വഹീബ് ഇബ്നുൽ വറദ് റളിയല്ലാഹു അൻഹു മരിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ കേൾക്കുകയാണ്. മഹാൻ പറയുന്നത്, അല്ലാഹുവേ, വഫൈതലി വലം ഊഫിലക്, പടച്ചവനെ, നീ എനിക്ക് വാഗ്ദത്തം ചെയ്തത് മുഴുവൻ എനിക്ക് തന്നല്ലേ, നിന്നോട് ചെയ്യേണ്ടത് ഞാൻ മുഴുവനായി ചെയ്തു തന്നിട്ടില്ലല്ലോ. വഫൈതലി വലം ഊഫിലക്. മരണശേഷം ഈ മഹാൻ പറഞ്ഞ വചനമാണ്. പിന്നെ സംസാരിച്ചിട്ടില്ല. മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞതിന് ശേഷം വഹീബ് ഇബ്നുൽ വറദ് റളിയല്ലാഹു അൻഹു ആ മഹാന്റെ വചനമാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ പിശാചിന്റെ ശത്രുക്കളും രഹസ്യത്തിൽ പിശാചിന്റെ കൂട്ടുകാരുമായി പോകരുത്. ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമായി പോകരുത്. നന്മയുടെ വഴിയിലേക്ക് വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ സുലത്ത് ബിനു അശയം റളിയല്ലാഹു അൻഹുവിന്റെയും അവരുടെ മഹദിയായ മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെയും അവരുടെ ജീവിത ചരിത്രം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ച. മഹാനായ സുലത്ത് ബിനു അശയം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ജീവിച്ച ഋജുവായ പന്ഥാവിൽ കഴിഞ്ഞുപോയ ഈ ഉമ്മത്തിന്റെ സലഫ് സ്വാലിഹീങ്ങളിലെ പ്രഗൽഭനാണ്.
ഒരുപാട് കറാമത്തുകൾ ഉണ്ടായ മഹാനാണ് സുലത്ത് ഇബ്നു അശിയം റളിയല്ലാഹു അൻഹു. അദ്ദേഹം സൈന്യത്തിൽ യുദ്ധത്തിന് പോയ നേരത്തെ ഒരു കഥ പറയുന്നുണ്ട്. മഹാനവറുകൾ യുദ്ധത്തിനെത്തിയപ്പോ, കാബൂളിന്റെ ഭാഗത്ത് യുദ്ധത്തിനെത്തിയപ്പോ തന്റെ കൂടെയുള്ള ജഅഫർ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു മഹാനായ സുലത്ത് ഇബ്നു അശിയം എന്നവരുടെ കഥ പറയുന്നുണ്ട്. മഹാൻ അന്ന് രാത്രി സമയം സൈന്യമെല്ലാം കിടന്നുറങ്ങുമ്പോ എല്ലാവരും ഗാഢമായ ക്ഷീണം പിടിച്ചു ഉറങ്ങുകയാണ്. ആ സമയത്ത് മഹാനായ സുലത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നു, നിസ്കരിക്കാൻ എഴുന്നേറ്റു. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഒരു കുറ്റിക്കാടിന്റെ മറവിൽ ആരാരും കാണാതിരിക്കാൻ ജഅഫർ ഇബ്നു സൈദ് എന്നവര് ഒരു മരത്തിന്റെ മുകളിൽ കയറി ഈ മഹാനുഭാവന്റെ ഇബാദത്ത് കണ്ട് പഠിക്കുകയാണ്. ആ രാത്രിയിൽ അദ്ദേഹം സൈന്യത്തിലാണ്, കാബൂളിൽ, നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ. അഫ്ഗാൻ എന്നൊക്കെ ഖുറാസാനിന്റെ എൻഡുകളാണ്. ഖുറാസാനിലൂടെ നടന്ന ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. കാബൂളിൽ ഒരു കാടൻ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് സൈന്യക്ക് ഉറങ്ങുകയാണ്. അപ്പോൾ ഒരു കുറ്റിക്കാടിന്റെ മറവിലേക്ക് മഹാനായ സുലത്ത് ഇബ്നു അശിയം റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. മഹാനവറുകൾ അവിടെ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹു അക്ബർ. മനോഹരമായ രാത്രിയിലെ നിശബ്ദതയിൽ നിസ്കാരത്തിലാണ്. അപ്പോഴുണ്ട് ഒരു സിംഹം ഗർജിച്ചു കൊണ്ടുവരുന്നു. സിംഹത്തിന്റെ ഗർജനം ജഅഫർ ഇബ്നു സൈദ് എന്നവർ കേൾക്കുകയാണ്. റബ്ബേ, ഈ മഹാൻ എപ്പോ പിടിക്കും, ഇപ്പൊ കടിക്കും, സിംഹമാണ് ഈ വരുന്നത്. പേടിച്ചു, പക്ഷെ ഒന്നും വിളിച്ചു പറയാനും വയ്യ. ഒളിച്ചിരുന്ന് കാണാൻ വേണ്ടി മരമുകളിൽ കയറിയതാണ്. സിംഹം വരുന്നു, മഹാനവറുകൾ അനങ്ങിയില്ല. അതിന്റെ ആ ഒരു ഗർജനൊക്കെ കേട്ടു. സുലത്ത് എന്നവർ നിസ്കാരത്തിൽ ഖിയാമിൽ തന്നെയാണ്. എന്താണായിരിക്കും നിസ്കാരം? മുഅ്മിനെ ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തായിരിക്കും ആ നിസ്കാരം? റുക്കൂഇലേക്ക് പോയി, സിംഹം അടുത്തേക്ക് വരുന്നുണ്ട്. സുജൂദിലേക്ക് പോയപ്പോൾ ജഅഫർ ഇബ്നു സൈദ് എന്നവരെ ഉറപ്പിച്ചു, ഈ സിംഹം സുജൂദിൽ കിടക്കുന്ന സുലത്ത് ഇബ്നു അശിയം തങ്ങളെ പിടിച്ചു കടിച്ചു, തീർന്നു എന്ന് തന്നെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. ഇമാം ദഹബി സിർ അലാമുൻ നുബലായിൽ ഈ മഹാന്റെ തർജ്ജമ പറഞ്ഞ ഭാഗത്ത് ഈ ചരിത്രം വിവരിച്ചിട്ടുണ്ട്. ഇമാം ദഹബിയെ എല്ലാ പുത്തനാശയക്കാരും അംഗീകരിക്കും. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കേൾക്കാത്തവരും വരെ ദഹബിയെ അംഗീകരിച്ചേക്കാം. സിംഹം അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മഹാൻ സുജൂദിലാണ്, തലപൊക്കിയില്ല, അവിടെ തന്നെ സുജൂദിൽ എഴുന്നേറ്റു. രണ്ടാമത്തെ സുജൂദ് തഹയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് പറഞ്ഞു, യാ അസദ്, സിംഹമേ, ഉത്ലുബി റിസ്ഖ ഫീ ഗൈരി ഹാദാ, സിംഹമേ, നിനക്ക് ഭക്ഷണം വേണോ? ഇവിടെ നിന്ന് നിന്റെ ഭക്ഷണമല്ല, നീ എവിടെയെങ്കിലും പോയി നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോ തലയാട്ടി ആ സിംഹം ഒരു ചെറിയ നേർന്ന ഗൗരവമുള്ള ഒരു റോറിംഗ് ശബ്ദവുമായി ആ കാട്ടിൽ നിന്ന് മറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ജഅഫർ ഇബ്നു സൈദ് റഹ്മത്തുള്ളാഹി അലൈഹി. പേടിച്ചില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ പള്ളിയിലെ കറണ്ട് പോയാൽ പേടിച്ചോടും. ഇതാണ് കാലം. ഈ മഹാനുഭാവൻ ഹിജ്റയുടെ 62-ാമത്തെ വർഷം ഒരു യുദ്ധം നടക്കുകയാണ്. തന്റെ മഹദിയായ ഭാര്യയാണ് മുആദ അൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. അവർ വലിയ മഹദിയാണ്. 80 വയസ്സുകളിൽ 80 വയസ്സായിട്ട് മരിച്ച മഹദിയാണ്. തന്റെ ഭർത്താവിന്റെ മരണശേഷം 22 വർഷം വിധവയായി ജീവിച്ചു മരിച്ച മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ. ഒരു യുദ്ധം നടക്കുമ്പോ മഹാനവറുടെ മകൻ കൂടെയുണ്ട്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. റോമക്കാരുമായി നടന്ന ഒരു യുദ്ധം. മഹാനായ സുലത്ത് ഇബ്നു അശിയം എന്നവര് മുതിർന്ന തന്റെ കൂടെയുള്ള മകനോട് പറഞ്ഞു, മോനെ, നീ ഓടിക്കോ, മോനെ, നീ പൊയ്ക്കോ, നീ വീട്ടിലേക്ക് പോ, ഉമ്മയെ ചെന്ന് നോക്ക്. വാപ്പ മരിച്ചാൽ നിന്റെ ഉമ്മയെ, എന്റെ ഭാര്യയെ, നിന്റെ ഉമ്മയെ നോക്കാൻ മോനെ ഉള്ളൂ. മോൻ പൊയ്ക്കോ, മോനെ, മോൻ പോ, വീട്ടിലേക്ക് പോ. മോൻ വീട്ടിലേക്ക് പൊയ്ക്കോ. എന്തിനു വാപ്പ? മോനെ, ഈ യുദ്ധത്തിൽ വാപ്പ മരിക്കാൻ റെഡിയായി നടക്കാൻ. ഈ യുദ്ധത്തിൽ വാപ്പാക്ക് ഷഹാദത്ത് ലഭിച്ചേക്കും. പക്ഷേ മോനും കൂടെ എന്റെ കൂടെ മരിച്ചാൽ ഉമ്മയെ നോക്കാൻ ആരുണ്ട്? ആകൊരു മോനേ ഉള്ളൂ, മഹാനായ സുലത്ത് ഇബ്നു അശിയം തങ്ങൾക്ക്. യാ അല്ലാഹ്, മകൻ വാപ്പയോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉപ്പാ, ലിമ തംനഉനി അൻ ഖൈരിൻ തുരീദു,
നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനല്ലേ ഈ കൊതിക്കുന്നത്? ആ സ്വർഗവാതിൽ എന്റെ മുമ്പിൽ എന്തിനാണുപ്പാ നിങ്ങൾ അടച്ചു വെക്കുന്നത്? ഇത് സ്വർഗമായി പോയി, അതുകൊണ്ട് ഞാൻ വിട്ടുതരില്ല, ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് ഈ യുദ്ധത്തിൽ. മകൻ വിട്ടുകൊടുത്തില്ല. ഞാനുണ്ടുപ്പാ, അതൊക്കെ അല്ലാഹു നോക്കിക്കോളൂ. പാപ്പാനും മകനെയും കണ്ടിട്ടല്ലല്ലോ ഉമ്മായും മക്കളെയും പെങ്ങന്മാരെയും അല്ലാഹു പടച്ചത്. അല്ലാഹു റാസിഖല്ലേ, ഞാനും വരികയാണ് സ്വർഗത്തിലേക്ക്. ഫഖാതല, രണ്ടുപേരും ധീരമായി മുന്നേറി, ധീരമായി പടപൊരുതി. സുലത്ത് റളിയല്ലാഹു തആല അൻഹു, സുലത്ത് ഇബ്നു അശീം എന്നവര് ഹിജ്റ 62 ലോകത്തോട് വിട പറയുകയാണ്. താബിഈങ്ങളിൽ മഹാനാണിത്. ഹിജ്റ 62 മകൻ അവിടെ ഷഹീദായി. മകന്റെ പിന്നാലെ വാപ്പയായ സുലത്ത് ഇബ്നു അശീം തങ്ങളും ഷഹീദായി. ഇനിയാണ് വിവരണം. മുആദ റളിയല്ലാഹു അൻഹാ, സഹോദരിമാരെ, ദുരന്തങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പ്രയാസമായിരിക്കാം. ഭർത്താവിന്റെ ജോലി പോയെന്ന് കേൾക്കുമ്പോൾ ബോധം കെട്ട് വീഴുന്നവളെ, മകന് ജോലിയില്ല എന്നറിയുമ്പോഴേക്കും ഉറക്കമില്ലാത്ത ഉമ്മമാരെ, റിസ്ക് അല്ലാഹുവിന്റെ കയ്യിലാണ്, റിസ്ക് റബ്ബിന്റെ കയ്യിലാണ്. അർറിസ്ഖു യത്ലുബുൽ അബ്ദ കമാ യത്ലുബുഹു അജലുഹു എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ആയുസ് അവനെ തേടി വരുന്ന പോലെ മനുഷ്യൻ വേണ്ടെന്ന് വെച്ചാലും അവന്റെ റിസ്ക് അവന്റെ അരികത്തേക്ക് വരും എന്നാണ് ഹദീസിന്റെ അർത്ഥം. റിസ്ക് നമ്മളെ തേടി വരും, അജല് നമ്മളെ തേടി വരുന്ന പോലെ. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ് സമാഇ വൽ അർദ് ഇന്നഹു ലഖസമുൻ മിസ്ലമാ ഇന്നഹു ലഹഖുൻ മിസ്ലമാ അന്നകും തൻതിഖൂൻ. നിസ്സാരമായ വിഷയങ്ങൾ കേൾക്കുമ്പോഴേക്ക് നമ്മൾ ഷോക്ക് അടിക്കുകയാണ്. എക്സാം ഫെയിലായി എന്ന് കേൾക്കുമ്പോഴേക്കും കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ പോവുക. ജോലി നഷ്ടപ്പെട്ടു എന്ന് കേട്ടാൽ പിന്നെ ഭ്രാന്തായി പോവുക, മാനസിക രോഗിയായവ. മക്കൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഗൾഫിൽ നിന്ന് കേൾക്കും, ഉമ്മാക്ക് ഇവിടെ ഉറക്കല്ല, ഊണില്ല. ഉമ്മ അല്ലാഹുവിന്റെ ഖലാഉകളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ മനസ്സിന് നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അല്ലാഹുവിന്റെ ഖലാഉകൾ നമുക്ക് തടുക്കാൻ കഴിയോ? ഈ ഉമ്മ മുആദത്തുൽ അദവിയ എന്ന ഇസ്ലാമിക ലോകത്തെ വനിതകൾക്ക് മാതൃകയായ മഹദിയുടെ ഏക ഭർത്താവും തന്റെ പ്രിയപ്പെട്ട മകനും ഹിജ്റ 62 ലോകത്തോട് വിട പറഞ്ഞ ആ സിദ്ധം കഴിഞ്ഞിട്ട് എല്ലാ പെണ്ണുങ്ങളും, ആ ഗ്രാമത്തിലുള്ള മുഴുവൻ പെണ്ണുങ്ങളും ഈ മഹദിയെ കാണാൻ വേണ്ടി വരികയാണ്. മുആദാ, നിങ്ങൾ വിഷമിക്കല്ലിൻ, സമാധാനിക്കണേ, സങ്കടപ്പെടരുത് എന്ന് പറയാൻ വേണ്ടി ഒരു സംഘം പെണ്ണുങ്ങൾ വരുമ്പോ മഹദിയായ മുആദ റളിയല്ലാഹു അൻഹ, ഭർത്താവ് മരിച്ചതും ഷഹീദായതും മകൻ ഷഹീദായതും അറിഞ്ഞിരിക്കുന്ന ഈ മഹദി ആ പെണ്ണുങ്ങൾ വാതിൽക്കൽ വന്നപ്പോൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, ഇൻ ജിഅ്തുന്ന ലിതുഹന്നിഅനി ഫമർഹബൻ വഅഹ്ലാ വഇൻ ജിഅ്തുന്ന ലിഗൈരി ദാലിക ഫർജിഅന. പെണ്ണുങ്ങളെ, നിങ്ങൾ വന്നത് എന്നെ അനുമോദിക്കാനും എനിക്ക് ആശീർവാദം അറിയിക്കാനുമാണെങ്കിൽ ഫഅഹ്ലൻ വസഹ്ലാ, നിങ്ങൾക്ക് അഹ്ലൻ വസഹ്ലാ, നിങ്ങൾക്ക് സ്വാഗതം. എന്നെ അഭിനന്ദിക്കാൻ വന്നതാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് സ്വർഗത്തിലേക്ക് പോയതിൽ സന്തോഷം കൊണ്ടുവന്നതാണ് ഞങ്ങൾ. മുആദ, നിന്റെ ഒരു ഭാഗ്യമേ, ഇത് പറയാനാണ് നിങ്ങൾ വന്നതെങ്കിൽ കയറിക്കോളൂ. അതല്ല, സാരമില്ല മുആദ, ക്ഷമിക്കണേ മുആദ, അല്ലാഹു കൊണ്ടുപോയതല്ലേ, നിങ്ങളൊന്ന് ക്ഷമിക്കണേ എന്നെ ആശ്വസിപ്പിക്കാനാണ് വന്നതെങ്കിൽ എൻ്റെ വീട്ടിൽ കയറാതെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് സധൈര്യം പറഞ്ഞ മഹദിയാണ് മുആദത്തുൽ അദവിയ, സുലത്ത് ഇബ്നു അശീം തങ്ങളുടെ ഭാര്യ. ഇതൊരു ഈമാനാണ്. എത്രയോ ആയിരക്കണക്കിന് സംഭവങ്ങൾ പഠിക്കേണ്ടതെടുത്ത് ഈ ഒരൊറ്റ സംഭവം നമ്മുടെ സഹോദരിമാർ അറിഞ്ഞു വെച്ചാൽ മനസ്സിനുറപ്പ് വേണം. ജീവിതത്തിൽ നഷ്ടപ്പെടാനുള്ള നഷ്ടം നമ്മുടെ ഇഷ്ടജനങ്ങളുടെ മരണമാണ്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ ഖദാ ആണ്. മാ ഖദറല്ലാഹു വമാ ശാഅ ലില്ലാഹി മാ അഅതാ വലില്ലാഹി മാ അഖദ. തന്നത് അല്ലാഹുവിന്റേത്, കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റേത്. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. ഇങ്ങനെ ഒരു വിഷയം അംഗീകരിക്കാനുള്ള മനസ്സ് നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അല്ലാഹുവിന്റെ ഖദായിൽ തൃപ്തിപ്പെടണം. മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് സമാശ്വസിപ്പിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ ആ വീട്ടിലേക്ക് കയറാതെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കാരണം ആ മഹദി സന്തുഷ്ടയാണ്.
ഖൻസ എന്ന് പറയുന്ന മഹദി 4 മക്കളെ യുദ്ധത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് കഫംപുടണിച്ച് പറഞ്ഞയച്ചിട്ട്, മക്കളെ, അള്ളാന്റെ ദീനിന് വിജയമുണ്ടാകുന്നവരെ ശത്രുക്കൾ ഈ ദീനിനെ തുരത്തിയോടിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ അതിർവരമ്പുകൾ വന്നിരിക്കുകയാണ്. ആ ശത്രുക്കളോട് നിങ്ങൾ പോയി പടപൊരുതണം. ഇസ്ലാമിക ലോകത്ത് എന്തെങ്കിലും ലഹളകൾ ഉണ്ടാക്കിയവരല്ല മുസ്ലിമീങ്ങൾ, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങി വെച്ചവരല്ല. ഇങ്ങോട്ട് ഭീഷണി ഉയർത്തി വന്നവരെ നിലക്ക് നിർത്തിയിട്ടുണ്ട് മുസ്ലിം സൈന്യം. അതിന്റെ പേരിൽ ഖൻസാ റളിയല്ലാഹു തആല അൻഹാ, ഖൻസാ റളിയല്ലാഹു അൻഹാ, കവയത്രിയായ ഖൻസ ഉണ്ട്. ഖൻസ മറ്റൊരു മഹദിയുണ്ട്. ഖൻസ എന്ന് പറയുന്ന മഹദി നമ്മുടെ കവയത്രിയായ ഖൻസ അല്ല. 4 മക്കളെ കഫംപുട ധരിപ്പിച്ചിട്ടാ പറഞ്ഞയച്ചത് യുദ്ധത്തിലേക്ക്. 4 മക്കളാണ്. ആ 4 മക്കളോടും പറഞ്ഞു, മക്കളെ, അള്ളാഹുവിന്റെ ദീനിന് വിജയമില്ലാതെ ഈ ഉമ്മയെ കാണാൻ നിങ്ങൾ വരണ്ട. ആ 4 മക്കളും ഷഹീദായി മരിച്ചു വീണു എന്ന വിവരം കേട്ടപ്പോ, അൽഹംദുലില്ലാഹ്, കാരുണ്യവാനെ, എന്റെ 4 മക്കളെയും നീ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയല്ലോ എന്ന് ഹംദ് ചൊല്ലിയ ഉമ്മയാണത്. ഇതിനൊക്കെ വല്ലാത്ത ഇൽമ് വേണം, ഈമാൻ വേണം. ഇന്ന സഅയകും ലശത്താ. നമ്മൾ കരയുന്നുണ്ട് സീരിയലിലെ നടി മരിച്ചാൽ, നടൻ മരിച്ചാൽ, സിനിമയിൽ നടിക്കെന്തിന് അപകടം പറ്റിയാൽ, സീരിയൽ അവസാനിച്ചു, മുഴുവൻ തീർന്നില്ല, നമ്മൾ കരയുന്നുണ്ട്. നമ്മൾ അല്ലാഹുവിനെ ഓർത്ത് കരയുന്നുണ്ടോ? ദീനിനെ ഓർത്ത് വിഷമിക്കാറുണ്ടോ? മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങളിൽ നമ്മുടെ ഖൽബ് വേദനിക്കാറുണ്ടോ? ഇന്ന സഅയകും ലശത്താ. മഹാനായ ഈ സുരത്ത് ബിൻ അശ്യം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിത മാതൃക ഈമാനിന്റെ ഏറ്റവും മഹത്തരമായ മാതൃക. മഹാനവറുകൾ ഈ ലോകത്തിന് കാണിച്ചു തന്ന തഖ്വയുടെ മാതൃക. മഹദിയുടെ മഹാനായ ഈ പണ്ഡിതന്റെ ശിലത്ത് ബിൻ അശ്യം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാര്യയായ ഈ മഹദി മുആദത്തുൽ അദവിയ്യ, വയറിന് വലിയൊരു അസുഖമുണ്ടായിട്ട്, ആ അസുഖത്തിന് മരുന്നായിട്ട് നബീദുൽ ജർ, സാധുമാർക്കറിയാം, നബീദുൽ ജറും നബീദുൽ വിആഉം ഉണ്ട്. നബീദുൽ ജർ ഭ്രാവിനകത്ത് വെച്ചിട്ടുള്ള മുന്തിരി കൊണ്ടോ അല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ദ്രാവകം, അത് മത്ത് പിടിപ്പിക്കുന്നതാണ്. അത് പറ്റുമെന്നൊക്കെ വിശ്വസിച്ചിരുന്നൊരു കാലത്ത് ആ മഹദിക്ക് കൊണ്ടുവന്നു കൊടുത്തു നബീദ് മുന്തിരിച്ചാറ്, കള്ളായി രൂപപ്പെടാനിരിക്കുന്ന മുന്തിരിച്ചാറ്. മുന്തിരിയോ ആ പെണ്ണിനോട് പറഞ്ഞു, മഹദിയോട്, മുആദ, നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖത്തിന് ഇതേ പരിഹാരമുള്ളൂ, വേറെ ഒരു മരുന്ന് ഈ നാട്ടിലില്ല, അതിശക്തമായ വയറുവേദനയാണ്. മഹദി റളിയല്ലാഹു അൻഹ, നമുക്ക് അരിഷ്ടം കുടിക്കൂലേ, അല്ലെങ്കിൽ അതുപോലെയുള്ള മരുന്ന് കുടിക്കൂലേ, അത് കപ്പ് കയ്യിൽ വെച്ചിട്ട് ദുആ ഇരക്കുകയാണ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ആയിഷ തഹദ്ദസത്നി. ഈ മഹദി സ്വഹാബിയത്തുകളെ കണ്ട മഹദിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്, സൈനബ് ബീവിയെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ മഹദിയാണ് മുആദ അൽ അദവിയ്യ. ഈ സുലത്ത് ബിൻ അശ്യം എന്ന സിംഹം ഗർജനം നടക്കുമ്പോഴും നിസ്കരിച്ച മഹാൻ. ആ മഹദി മരുന്ന് കൊണ്ടുവന്നിരിക്കുക. നമ്മൾ പറയില്ലേ, ചിലരൊക്കെ ചൂടുകാലത്ത് കള്ളുടിക്കണവരുണ്ട്. എന്താ പറയാ, മൂത്രച്ചൂടിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. ചിലർ ബിയർ കുടിക്കും, നല്ല മൂത്രച്ചൂടിന് നല്ലതാന്ന് ആരോ പറഞ്ഞേക്കണം. അവർക്ക് പിന്നെ ഒരു തെളിവും വേണ്ട, ആ പറഞ്ഞ തന്നെ തെളിവ്. പൊന്നു സഹോദര, ഏത് ബിയറാണെങ്കിലും അതിൽ 0.01% അതിൽ ആൽക്കഹോളിന്റെ അംശമുണ്ടെങ്കിൽ നമുക്കത് കുടിക്കാൻ പാടില്ല, നമുക്കത് ഹറാമാണ്. എന്തേ? മൂത്രച്ചൂടൊക്കെ ചിലപ്പോൾ മാറി എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു ഹറാം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും അതിൽ നിന്ന് നമ്മുടെ ശരീരം പോഷണം സിദ്ധിക്കുകയുമാണെങ്കിൽ ഫന്നാറു ഔലാ ബിഹി കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. നമ്മുടെ ഈ ശരീരം പിന്നെ പോയി കിടക്കാൻ നല്ലത് നരകമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഗൾഫിൽ നിന്നൊക്കെ ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ട്, സൗദിയിൽ നിന്ന് വരുന്നവരും അല്ലാത്തവരൊക്കെ. ഇത് ബിയർ, ഇത് ആൽക്കഹോൾ ഇല്ലാത്ത ബിയറാണ്. അത് ശരി തന്നെ ആയിരിക്കാം, ആൽക്കഹോൾ ഇല്ലാത്ത തന്നെ ആയിരിക്കാം. അത് ഹറാമാണെന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടില്ല. പക്ഷേ അതിൻ്റെ കുപ്പിയും ചേലും കോലും അതിൻ്റെ ഡ്രോയിങ്ങും ആ കുപ്പിൻ്റെ ഡിസൈനിങ്ങും ഒക്കെ കണ്ടിട്ട് ആൽക്കഹോൾ ഇല്ലാത്തതിങ്ങനെ കുടിച്ചിങ്ങനെ ഒരു ശീലമായാൽ ആൽക്കഹോൾ ഉള്ള ബിയറും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കയറിപ്പോകും.
അതുകൊണ്ടാണ് രാജാവിൻ്റെ രാജപരിധിയുടെ അതിർത്തിയിൽ പോയിട്ട് ആടുകളെ മേക്കരുത് എന്ന് നബി തങ്ങൾ പറയാൻ കാരണം യൂഷിക്കു അൻ തഖഅ ഫിഹാ, രാജാവിന്റെ പറമ്പെന്ന് ഈ ആട് തിന്നാൽ പിന്നെ തല പോകും. ആ വക്കത്ത് പോകണ്ടേ, ഇപ്പുറത്ത് പോയ പോരെ. എത്രയോ ഹലാലായ ഡ്രിങ്ക്സുകളില്ലേ, അത് കഴിച്ചൂടെ? ഇതില് ആൽക്കഹോൾ ഇല്ല, ശരി തന്നെയാണ്. പക്ഷേ ഒരു ഹറാമിലേക്ക് എത്തിക്കുന്ന ഹലാൽ ഹറാമ് പോലെ കാണണമെന്നാണ്. ആ ഹലാൽ ഇങ്ങനെ കുടിച്ചാൽ പിന്നെ ആ കുപ്പി, അങ്ങനത്തെ കുപ്പി കാണുമ്പോഴൊന്നും ഒരു വെറുപ്പ് തോന്നൂല. ഇത് നമ്മൾ സ്ഥിരം അടിക്കണതല്ലേ. ഇപ്പൊ പിന്നെ സ്റ്റിക്കറും സ്റ്റാമ്പും ഒക്കെയാണ്, പൊടിയൊക്കെയാണ്, പെയിന്റും ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ളത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇന്ന സഅയകും ലശത്ത. ഈമാനും തഖ്വയുമുള്ള സജ്ജനങ്ങളായ ചെറുപ്പക്കാർ ഒരു ഭാഗത്ത് അണ്ണാക്കിൽ ഒട്ടിച്ചിട്ടും സ്പ്രേ ചെയ്തിട്ടും ഗുളികയായിട്ട് വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ടും ഇഞ്ചക്ട് ചെയ്തിട്ടും സ്റ്റിക്കറും പെയിന്റും സ്റ്റാമ്പൊക്കെ ആക്കിയിട്ട് വേറൊരു വിഭാഗം ചെറുപ്പക്കാർ മയക്കുമരുന്നിന്റെ ഒരു ലോകത്തും നടക്കുകയാണ്. ഇന്ന സഅയകും ലശത്ത. നിങ്ങൾ രണ്ട് വിഭാഗത്തിന്റെയും കർമ്മങ്ങൾ എത്ര വ്യത്യസ്തമാണ്. മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ആ മരുന്നിന്റെ കുപ്പി, ആ മരുന്നിന്റെ ഒരു കപ്പ് തന്റെ കയ്യിലെടുത്തിട്ട് ആ മഹദി പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുൻത തഅലം, നിനക്കറിയുമല്ലോ റബ്ബേ, അന്ന ആയിഷ തഹദ്ദസത്നി അൻ നബിയിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഹബീബിന്റെ പുന്നോമന ഭാര്യയായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ എനിക്ക് ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നഹു നഹാ അൻ നബീദിൽ ജർർ, ഭടാവിൽ വെച്ചുണ്ടാക്കുന്ന ഇത്തരം മുന്തിരിച്ചാറുകൾ ഹറാമാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിന്റെ റസൂലുള്ളാഹിന്റെ ഹദീസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് നിനക്കറിയുമല്ലോ റബ്ബേ. അതുകൊണ്ട് ഫക്ഫിനീഹി ബിമാ ശിഅത, അല്ലാഹുവേ അതുകൊണ്ട് ഈ മരുന്നിന് പകരമായി എന്തെങ്കിലും ഒന്നുകൊണ്ട് നീ എന്നെ രക്ഷിക്കണമേ. ഇത് ഞാൻ കുടിക്കില്ല റബ്ബേ, ഞാൻ കുടിക്കില്ല. മുഅ്മിനെ, കള്ളിൽ ആൽക്കഹോളുള്ള പാനീയങ്ങളിൽ എന്ത് ശിഫയുണ്ട് എന്ന് വന്നാൽ പോലും നബി ഞങ്ങൾ പറയാറുണ്ട്, മാ ജഅലല്ലാഹു ശിഫാഅ ഫീമാ ഹറമ ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല ഹറാമാക്കിയ വിഷയങ്ങളിൽ അല്ലാഹു ശിഫ വെച്ചിട്ടില്ല. മഹദി പറയുന്നു, അല്ലാഹുവേ, മരുന്നിങ്ങനെ പിടിച്ചിട്ട് പറയാ, കത്തിയാളുന്ന വയറുവേദന ശരിക്കാണ് പിടിച്ചാലേ നമ്മൾ പറഞ്ഞു എന്ത് മരുന്നാണെങ്കിൽ ഞാൻ കുടിച്ചോളാം, കഷായം കുടിക്കൂല എന്ന് പറഞ്ഞോലും ആ വയറുവേദന, പല്ലുവേദന, തലവേദന ഇതൊക്കെ ഇളകിയ പിന്നെ എന്താ അവസ്ഥ? എങ്ങനെയെങ്കിലും മാറിക്കിട്ടട്ടെ എന്നാ പറയാ. ആ മഹദിയോട് നബീദുൽ ജർറ് എന്ന് പറയുന്ന ഒരു തരം പ്ടാവിൽ വെച്ചുണ്ടാക്കുന്ന ഒരു തരം മുന്തിരിച്ചാറ് അത് ഹറാമാണെന്ന് ആയിഷ ബീവിയുടെ ഹദീസുണ്ട്. മഹദിക്ക് അതാ കൊടുക്കുന്നത്, വേറെ മരുന്ന് രാജ്യത്തില്ല മുആദ, ഇത് കുടിച്ചാൽ നിങ്ങൾക്ക് സുഖമാകും. ആ മരുന്ന് കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവേ, നോക്കണം, തന്റെ ഭർത്താവ് മഹാനായ സുലത്ത് ഇബ്നു അശിയം റളിയല്ലാഹു തആല അൻഹു വഫാത്തായിട്ട് 21 കൊല്ലം ജീവിച്ച് 83ാമത്തെ വയസ്സിൽ വഫാത്താകുന്ന മഹദിയാണിത്. ആ മഹദിയുടെ ജീവിതകാലത്തെ ഏറ്റവും അത്ഭുതകരമായ ഒരു അനുഭവത്തിൽ ആ മഹദി ദുആ ഇറക്കുകയാണ്, ഫക്ഫിനീഹി ബിമാ ശിഅത, അല്ലാഹുവേ ഇതിന് പകരമായി മറ്റെന്ത് നീ തന്നാലും ശരി ഞാൻ സ്വീകരിക്കാം, ഈ ഹറാം ഞാൻ കുടിക്കില്ല റബ്ബേ എന്ന് പറഞ്ഞപ്പോ മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഫൻകഫഅൽ ഇനാ, ആ പാത്രം അവിടെ ചുരുക്കാൻ ഉണ്ടായത്, ആ മരുന്നങ്ങ് തട്ടിത്തെറിച്ചു. മഹദി റളിയല്ലാഹു തആല അൻഹക്ക് ആ മരുന്ന് കുടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കയ്യിൽ പിടിച്ചിരിക്കുന്ന മരുന്നും കുപ്പിയിൽ വെച്ചിരുന്ന മരുന്നും എല്ലാം ഒരുപോലെ അങ്ങ് ചെരിഞ്ഞു മറിഞ്ഞുപോയി. അത് മാത്രമല്ല, വശഫല്ലാഹു ബത്നഹാ, അവരുടെ വയറിന് അല്ലാഹു ശിഫ കൊടുത്തു എന്ന് അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങള്. അല്ലാഹുവിന്റെ മുമ്പിൽ രണ്ട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്, തിന്മയുടെ വഴി, നന്മയുടെ വഴി. ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്ന എല്ലാ ഓരോരോ വിഷയങ്ങളിലും പണ്ഡിതന്മാര് മുതൽ, സാധാരണക്കാര് മുതൽ, യോദ്ധാക്കൾ മുതൽ, ധർമ്മസമരത്തിലിറങ്ങുന്നവരെ മുതൽ, ആണും പെണ്ണിന്റെയും ജീവിതത്തിന്റെ വഴിയിൽ ദുർമാർഗവും നേർമാർഗവും കാണുമ്പോൾ സന്മാർഗത്തിന്റെ സ്വാലിഹീങ്ങളുടെ വഴി നമ്മൾ തിരഞ്ഞെടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന സഅയകും ലശത്താ. ബിസ്മില്ലാഹ്
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദഖറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ. ഇരുളിനെ തന്നെയാണ് സത്യം, എല്ലാം മൂടിക്കളയുന്ന രാത്രിയെ തന്നെയാണ് സത്യം, പ്രഭ ചൊരിയുന്ന പകലിനെ തന്നെയാണ് സത്യം, ആണിനെയും പെണ്ണിനെയും തന്നെയാണ് സത്യം. നിങ്ങളുടെ കർമ്മങ്ങളും വിഭിന്നമായല്ലോ.